ഇത്തവണ ഓണം ഡൽഹിയിലാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആഘോഷിക്കുന്നത്. പൂക്കളവും ഓണസദ്യയും ഒക്കെ ഒരുക്കി സ്റ്റാഫ് അംഗങ്ങളുടെ കൂടെയാണ് ഇത്തവണത്തെ ഓണാഘോഷം. നബിദിനവും അധ്യാപക ദിനവും ചേർന്ന് വന്ന ഇത്തവണത്തെ തിരുവോണം കുറച്ച് സ്പെഷ്യലാണെന്ന് ജോർജ് കുര്യൻ 24-നോട് പറഞ്ഞു. ഓണാഘോഷത്തിൻ്റെ നിറവിലാണ് മലയാളികൾ. ഡൽഹിയിലെ മലയാളികൾ എല്ലാവരും ഓണം അത്യന്തം ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുണ്ട്. അദ്ദേഹവും ഒരു ഓണാഘോഷത്തിൻ്റെ തിരക്കിൽ തന്നെയാണ്. വലിയൊരു പൂക്കളം ഒക്കെ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ. എന്തായാലും ഓണ ആഘോഷം ഇത്തവണ വിപുലമായി തന്നെ ഓണം ആഘോഷിക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ഓണാഘോഷം? പ്രാവശ്യത്തെ ഓണാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന് ഓണം, രണ്ടാമത്തത് നബിദിനം, മൂന്നാമത്തത് ടീച്ചേഴ്സ് ഡേ. അപ്പോൾ അതുകൊണ്ട് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു ഓണമാണ് പ്രാവശ്യം. ഓണത്തോടൊപ്പം തന്നെ നബിദിനം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും ഗുരുത്വത്തെ ആദരിക്കുന്നവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാ മലയാളികൾക്കും ഓണാഘോഷം, അതോടൊപ്പം തന്നെ നബിദിന ആശംസകൾ, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ഡേയുടെ ആശംസകൾ. ഓണം സാധാരണ വലിയ തോതിൽ തന്നെ ആഘോഷിക്കുക പതിവുണ്ടോ? സാധാരണ രീതിയിൽ ഓണത്തിന് ചെറിയ ആഘോഷമൊക്കെ ഉണ്ടാവും. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളുണ്ടാവും. കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ചോദിച്ച സമയത്ത് അങ്ങ് ആ ഒരു വയനാട് ദുരന്തത്തിൻ്റെ ഷോക്കിലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇങ്ങനെ ആഘോഷമൊന്നും ഇല്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചിതമായിരിക്കുന്നു. ഒപ്പം തന്നെ പുതിയൊരു GST പരിഷ്കരണമൊക്കെ വന്നിട്ടുണ്ട് ഇത്തവണ. അതെ, വളരെ ജനങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന, മാർക്കറ്റിലേക്ക് കൂടുതൽ പോകാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് GST പരിഷ്കരണത്തിലൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യക്കാരൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാവരും ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ എല്ലാവരും വാങ്ങിക്കട്ടെ എന്ന് ആശംസിക്കും. ഒപ്പം ഈ അങ്ങ് ഓണത്തിന് നാട്ടിലൊന്നും പോയില്ല, ഡൽഹി തന്നെയാണോ? അതെ, ഡൽഹി തന്നെയാണ്. ഡൽഹി മലയാളികൾ നന്നായി ഓണം ആഘോഷിക്കുന്നുണ്ടല്ലോ അല്ലേ? അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ട്. അത് ഈ കേരളത്തിന് വെളിയിലാണ് സത്യത്തിൽ ആഘോഷം. അത് നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ്. നമ്മൾ ഓണം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആഘോഷങ്ങൾ കേരളത്തിലധികമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ 9-ാം തീയതി കൊണ്ട് തീരും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്നെ വിളിച്ചിരിക്കുന്നതൊക്കെ അടുത്ത മാസവും ഒക്കെയാണ് വിളിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ അവസാനം, ഒക്ടോബർ ആദ്യമൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് മറുനാടൻ, അതായത് കേരളത്തിന് വെളിയിലുള്ള മലയാളികൾക്ക്. എന്തായാലും അങ്ങേക്കും കുടുംബത്തിനും എല്ലാവർക്കും തന്നെ 24-ൻ്റെ ഓണാശംസകൾ. വളരെ മനോഹരമായ ഒരു ഓണം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. എല്ലാവർക്കും ഓണാഘോഷ ആശംസകൾ. എന്തായാലും വിപുലമായി തന്നെ ഇത്തവണ ഓണം ആഘോഷിക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അദ്ദേഹം ഔദ്യോഗിക തിരക്കുകളിലാണ്. അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുകയാണെങ്കിലും ഡൽഹി മലയാളികളോടൊപ്പം, ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംഘടനകളുടെ ഓണാഘോഷ പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹം വരും ദിവസങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.